ഹായ് ഗായ്സ്, ക്രാബ് മീഡിയയുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര ചെറായി ബീച്ചിലേക്കാണ്. സോ ഇപ്പം ഞാൻ ബോട്ട് ജെട്ടിയിലായുള്ളത്, മറൈൻ ഡ്രൈവിന് അടുത്തുള്ള ബോട്ട് ജെട്ടിയിലായി. ഇവിടുന്ന് നമുക്ക് നേരെ വൈപ്പിനിലോട്ട് ബോട്ട് വഴി. അപ്പം ഞാൻ വൈപ്പിലെത്തി. സോ ബാക്കിൽ വൈപ്പിൻ ബീച്ച് കാണാം. പക്ഷെ നമ്മൾ ചെറായിലോട്ടാണല്ലോ ഇറങ്ങിയത്. ഇപ്പോൾ ചെറായി ബീച്ചിലോട്ട് ബാ. ഇനി ഇവിടുന്ന് ബസ്സിൽ വേണം നമുക്ക് നേരെ ചെറായിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ പോയിട്ട് വരാം. അപ്പോൾ അതെ, ഞാൻ ചെറായി എത്തി. ഇവിടെ എത്തിയവിടെ അറിഞ്ഞാൽ ഇനി ബീച്ചിലോട്ടാണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ നടക്കണം. സോ നടക്കാം, എല്ലാവരും നിവർത്തില്ലല്ലോ. നടന്നൊരു വിധമായി. എപ്പോൾ എത്തുമോ എന്തോ. അപ്പോൾ അതെ, ഞാൻ ബീച്ചിലോട്ടുള്ള യാത്രയിലാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. റോഡിൻ്റെ രണ്ട് സൈഡിലും വെയിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല കായൽ വെള്ളം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് ഞാനൊന്ന് ചുറ്റി കാണിക്കാവേ. ഇത് കണ്ടോളൂ. കേട്ടോ, രണ്ട് സൈഡും ഫുള്ള് വെള്ളം. നടുവിൽ കൂടെ ഒരു കുഞ്ഞു റോഡ്. അപ്പം നടന്ന് ഞാനൊരു വഴിക്കായി എത്തുമായിരിക്കും. ഞാനിപ്പോൾ ഇതിലൂടെ നടന്നു പോകുമ്പോഴേ ഒരുപാട് മീനുകൾ ഇങ്ങനെ വെള്ളത്തിൽ ഞാൻ കാണിച്ചു തരാവേ. നോക്കണേ, ഒരുപാട് മീനുകൾ പോകുന്നുണ്ടോ? ഞാൻ ഇതിലൂടെ നടന്നപ്പോൾ കണ്ട നല്ല രസമുള്ളൊരു കാഴ്ച. ഓക്കെ, ഒരുപാട് മീനുകളുണ്ട് കണ്ടോ. അവസാനം നടന്ന് ബീച്ചിനടുത്ത് എത്താറായി.
വെച്ചാൽ ചെറായി ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. സോ ഞാൻ നിങ്ങൾക്ക് ബീച്ചും പരിസരം എല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്നെപ്പറ്റി ഞാൻ മുസ്തഫ, ഞങ്ങളെ ക്രാബ് മീഡിയയുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ബ്ലോഗുമായി. അപ്പോൾ നിങ്ങൾക്ക് ചെറായി ബീച്ച് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണണം. കാരണം ദേ ആ തല തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് നോക്ക്, ആ തല വരെ കിടക്കുന്നു. അതാണ് അപ്പുറത്ത് എന്തോന്നില്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പറയാറുണ്ട് കടലമ്മ കള്ളത്തിന് എഴുതി കഴിഞ്ഞാൽ ഈ പാവം കടൽ വന്ന് അത് മായച്ചു കൊണ്ടുപോകും, കടലിൽ ഭ്രാന്തിളകും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കി നോക്കട്ടെ. എഴുതി നോക്കിയതാ, അത് മായച്ചോളൂ. അപ്പം നമുക്ക് എന്തായാലും ഈ ബീച്ചിൽ കൂടെ ഒന്ന് നടക്കാം. നിങ്ങൾ കൊച്ചി വരുന്നുണ്ടെങ്കിൽ ചെറായി ബീച്ച് എന്തായാലും കണ്ടിരിക്കണം. കൊച്ചിയിലെ ഏറ്റവും വലിയ ബീച്ചാണെന്ന് വേണമെങ്കിൽ പറയാം, ഫോർട്ട് കൊച്ചി ബീച്ച് പോലെ തന്നെ. പക്ഷെ ഫോർട്ട് കൊച്ചി ബീച്ചിനെ പോലെ അല്ല ഇത്, എൻറ്റയർലി ഡിഫറെൻറ്റ്. പിന്നെ ബീച്ചിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്നത് അതിൻ്റെ ബാക്കിലുണ്ടോ അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അതേ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ബോട്ടിങ് നടക്കണം. ബോട്ടിങ് ചെയ്യുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കാം.
കഴിഞ്ഞാൽ ബീച്ച് ആ തല വരെ ഇട്ട് ആ തല എവിടെ മുട്ടുന്നതെന്നും കാണുന്നു. അത് അന്വേഷിച്ചുള്ള ദണ്ഡി യാത്രയിലാണ്. പോയി നോക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു വൈകുന്നേരം ടൈം ആകുമ്പോൾ ഒന്ന് വെള്ളത്തിലിറങ്ങാന്ന് വെച്ചിരിക്കാം. ഏതായാലും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് എല്ലാം കണ്ട് രസിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ ഇതുപോലെ ഫോറൻസിനുള്ള കുറേ വിശ്രമ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, റിസോർട്ടുകളാണ്. ഫോറൻസ് അല്ലാതുണ്ടെങ്കിലും അല്ലാത്തവർക്ക് വന്നിട്ട് ഈ പൊട്ട വെയിലത്ത് കിടന്നിട്ടേ കരിച്ചിട്ടാണെങ്കിൽ ഈ കടലിൻ്റെ അങ്ങേ തല അന്വേഷിച്ചുള്ള എൻ്റെ ഈ യാത്ര തെണ്ടി യാത്രയല്ല, തെണ്ടി യാത്രയായി പോയി എന്നാ തോന്നുന്നു. എത്തില്ല. അങ്ങനെ എൻ്റെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം ഞാനൊരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി. ഇനി ഞാനൊന്ന് വെള്ളത്തിലിറങ്ങി നോക്കട്ടെ. ഞാനിവിടെ വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്. ഈ പൊട്ട വെയിലാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പാ. സോ ഇവിടെ വന്ന് ഇത് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പിന്നെ പറയാം. അടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. ഞാനപ്പോൾ ചെറായി ബീച്ച് അടിച്ചു പൊളിച്ചു. നിങ്ങളും കൊച്ചിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറായി ബീച്ചിൽ എന്തായാലും വരണം. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ബോട്ടിങ്ങും എല്ലാമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്, എൻജോയ് ചെയ്യാനുണ്ട്. സോ ഒരിക്കലും കൊച്ചിയിൽ വരുമ്പോൾ ഈ കാര്യം നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും ക്രാബ് മീഡിയയുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ വ്ളോഗിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തേക്ക് വിടാം. ദിസ് ഈസ് സൈനിങ് ഓഫ് ഫ്രം മുസ്തഫ. ബൈ ബൈ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈക്കൊക്കെ തന്ന്, പിന്നെ ഇതുപോലുള്ള ഞങ്ങൾ അടുത്ത വീഡിയോസിന് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിവരങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. സോ സ്റ്റേ ട്യൂൺഡ്.